ഈ എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകളുടെ ഇടയിൽ നിന്നും ഒരു പ്രതീക്ഷിച്ചത്ര ഒരു പ്രതികരണം നമുക്ക് കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് എന്താണ് ബാലേന്ദ്രേട്ടന് പറയാനുള്ളത്? ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ സാംസ്കാരിക പ്രതികരണം എന്ന് പറയുന്നത് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ നമുക്ക് അനുഭവഭേദ്യമായിട്ടുണ്ട്. ഒന്ന്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും അതിനു മുമ്പുള്ള കാലഘട്ടത്തിലും കലാസാഹിത്യ കൃതികളോടും അതുപോലെ തന്നെ സാമൂഹിക പ്രസ്ഥാനങ്ങളോടും സർഗാത്മക ആവിഷ്കാരങ്ങളോടുമൊക്കെ നമ്മുടെ സാംസ്കാരിക നായകന്മാർ പോസിറ്റീവായി ചെറുത്തു നിന്നിരുന്നു. പിന്നീട് നമ്മുടെ സാംസ്കാരിക നായകന്മാർ പഠിച്ച ഒരു പ്രധാന പാഠം, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം, നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള പാഠങ്ങളാണ് അവർ പഠിച്ചത്. എമ്പുരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കിയെടുത്തോളം അതൊരു കമേഴ്സ്യൽ സിനിമയാണ്. കമേഴ്സ്യൽ സിനിമയുടെ പ്രധാനപ്പെട്ട ദൗർബല്യങ്ങളും പ്രധാനപ്പെട്ട ചില ഗുണങ്ങളും അതിനുണ്ട്. ചില ഗുണങ്ങൾ എന്ന് പറയുന്നത് ന്യൂജനെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ചില മേമ്പൊടികളും ചില വസ്തുതകളും അതിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേ സ്ക്രീൻ എന്ന് പറയുന്ന സ്പെക്ടക്കുലർ ആയിട്ടുള്ള ഒരു വിഷനിൽ ഒരു സമകാലീന രാഷ്ട്രീയ സംഭവത്തെ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ പിന്തുടരുന്ന ഒരു രീതി അപൂർവനിശ്ചിതമായ നായക സങ്കല്പത്തിൻ്റെ രീതിയാണ്. മാത്രമല്ല, ക്യാമറ ഉപയോഗിക്കുമ്പോൾ സ്വീകരിക്കുന്ന രീതി പരസ്യ സങ്കേതത്തിൻ്റെതാണ്. പരസ്യവും പിന്നെ ആധുനിക ചിത്രീകരണവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ അലോസരപ്പെടുത്തുന്ന ചില രംഗങ്ങൾ ആ സിനിമയിലുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് വർഗീയ ശക്തികളെ സംബന്ധിച്ച് പേരെടുത്ത് പറയുമ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സാംസ്കാരിക നിലവാരത്തിനനുസരിച്ച് കേരളം അതിനോട് പ്രതികരിച്ചോ എന്ന് ചോദിച്ചാൽ പിൻവാങ്ങൽ നയം, ഒരു തേരട്ട നയം എന്ന് വെച്ചാൽ കനൽ കൊണ്ട് കുത്തുമ്പോൾ തേരട്ട മടങ്ങുന്നത് പോലെ, ആമ മുഖം വലിക്കുന്നത് പോലെ സാംസ്കാരിക നയം തന്നെ പിന്നോട്ട് വരികയും ജനങ്ങളൊക്കെ ഇങ്ങനെയായി മാറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ നയത്തിനോട് യോജിച്ചു പോവുകയാണ് ഉചിതം എന്നുള്ള ഒരു സാംസ്കാരിക സമീപനം സ്വീകരിക്കുകയാണ്. ജനതയാണ് ശരി എന്ന് ആര് സ്വീകരിക്കുന്നുവോ അവർ ക്രിസ്തുവിനെ ക്രൂശിക്കുകയും ബറാബാസിനെ വിട്ടുകൊടുക്കുകയും ചെയ്യണം എന്ന് പറയുന്ന നീതിയുടെ യുക്തിയാണ് ജനകീയ യുക്തി എന്ന് പറയുന്നത്. ജനങ്ങളെ ശരിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സാംസ്കാരിക ദൗത്യം, രാഷ്ട്രീയ ദൗത്യം. ഈ ദൗത്യത്തിന് സമീപകാല ഇന്ത്യയിൽ വന്നിട്ടുള്ള അപജയം വർഗീയ ചിന്താഗതിക്കും അതുപോലെ തന്നെ വർഗീയ ദേശീയതയ്ക്കും അതിൻ്റെ പരിപോഷണത്തിനുമുള്ള അടിയുറച്ച ഒരു വളക്കൂറുള്ള മണ്ണായി കേരളത്തെ പോലും മാറ്റിയെടുക്കാൻ അവർ ശ്രമിക്കുകയാണ്. അനധിവിദൂരമായ ഭാവിയിൽ അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. സ്വന്തം ബയോഡാറ്റ എഴുതി വായിക്കേണ്ടി വരുന്ന മൾട്ടി മില്യണറായ ഒരു ദേശീയ സെക്രട്ടറിയെ അല്ല ഒരു സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടുവരിക വഴി ഒരു പാർട്ടി അതുവരെ സ്വീകരിച്ചിരുന്ന നയസമീപനം, പ്രാദേശികമായി പ്രവർത്തിച്ചിരുന്നവരെ മുഴുവൻ അവഗണിക്കുന്ന സമീപനം, ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണ ജനാധിപത്യം പുലരുന്ന പാർട്ടിയിലാണെങ്കിൽ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ജനാധിപത്യം പുലരാത്തൊരു പാർട്ടി രാജ്യമാകമാനം ഭരിക്കുന്ന സന്ദർഭത്തിൽ
ബ്യൂറോക്രസിയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും പരിപൂർണമായ ഉത്തരവാദിത്വം അവർ കൈയാളുന്ന അവസരത്തിൽ, ഭൂരിപക്ഷം ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ സഭകളും അവർ കൈയാറുന്ന അവസരത്തിൽ ഇത്തരമൊരു അപജയത്തിലേക്ക് അല്ലെങ്കിൽ അതിഭീകരമായൊരവസ്ഥയിലേക്ക് രാജ്യം പോയില്ലെങ്കിൽ നമുക്ക് ആശ്ചര്യപ്പെടാനുള്ളൂ.